മൊഡ്യൂൾ 6 സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, മെത്തേഡ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ഈ ട്രീറ്റ് ചെയ്ത് നമ്മൾ ഫൈനലി നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലെവൽ ഓഫ് സോഴ്സ് അല്ലെങ്കിൽ ലെവൽ ഓഫ് സിറ്റി, അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഏത് മെത്തേഡാണ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് ഫിക്സ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ സിസ്റ്റം എന്ന് പറയുന്നതാണ്. സോ അതിൻ്റെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഗ്രാവിറ്റേഷണൽ സിസ്റ്റം. സോ ഇതിൽ നമുക്കൊരു സ്റ്റോറേജ് റിസർവോയർ കാണാം. ആ ഒരു സ്റ്റോറേജ് റിസർവോയറിൽ നിന്നും നമുക്കൊരു ഡിക്രീസിങ് സ്ലോപ്പ്, അതായത് നമ്മുടെ വെള്ളം സ്റ്റോർ ചെയ്യുന്നതാണ് ഹയർ പോയിൻറ്റിലുള്ള ആ ഒരു റീജിയൻ എന്ന് പറയുന്നത്. അവിടെ നിന്നും താഴത്തെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറേജിന് താഴത്തെ ലെവലിലായിട്ടാണ് നമ്മുടെ സിറ്റി അല്ലെങ്കിൽ നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. സോ ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ബേസ്ഡ് ഓൺ ഗ്രാവിറ്റി ആണ് വെള്ളത്തിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. സോ അവിടെ നമ്മുടെ മാക്സിമം ഡിമാൻഡ് അല്ലെങ്കിൽ മിനിമം ഡിമാൻഡ്, അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് ലോസ് എത്രയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ കൺസ്യൂമേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഹെഡ് എത്രയാണ് എന്നുള്ളതെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. HL എന്ന് പറയുന്നത് ഹെഡ് ലോസും, അതുപോലെ H എന്ന് പറയുന്നത് ഹെഡ് അവൈലബിൾ ടു കൺസ്യൂമർ. ഓക്കെ, സോ നമ്മുടെ വെള്ളം ഹയർ ലെവലിലും നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട സിറ്റി ലോ ലെവലിലും ആണെങ്കിൽ, അല്ലെങ്കിൽ അത്തരം ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ ഗ്രാവിറ്റി ഫോഴ്സിൻ്റെ ബേസിസിലുള്ള വെള്ളം ട്രാൻസ്ഫറിങ് പ്രോസസ്സ് നടത്താൻ പറ്റുന്നത്. ദാറ്റ് ഈസ് വിതൗട്ട് യൂസിങ് പമ്പിങ് സിസ്റ്റം ഉപയോഗിക്കാണ്ട് നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ബേസിസിൽ വെള്ളം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഈ കാണിച്ചിട്ടുള്ള രീതിയിൽ നമ്മുടെ വാട്ടർ സ്റ്റോറേജ് ടാങ്ക് അല്ലെങ്കിൽ റിസർവോയർ എന്ന് പറയുന്നത് ഹയർ ലെവലിലും ട്രാൻസ്ഫർ ചെയ്യേണ്ട സിറ്റി ലോവർ ലെവലിലും ആവുന്നൊരു കണ്ടീഷൻ അവൈലബിൾ ആകുമ്പോഴാണ്. ഇത് വളരെ എക്കോണമിക് ആയിട്ടുള്ള മെത്തേഡാണ്. കാരണം നമുക്ക് പമ്പിങ് സിസ്റ്റം, അതിന് വേണ്ട ഇലക്ട്രിസിറ്റി, അത്തരത്തിലുള്ളൊരു എക്സ്പെൻഡിച്ചേഴ്സും വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. സെക്കൻഡ് വൺ ആണ് പമ്പിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗ്രാവിറ്റേഷൻ സിസ്റ്റം. സെക്കൻഡ് വൺ പമ്പിങ് സിസ്റ്റം. പമ്പിങ് സിസ്റ്റത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ ഗ്രാവിറ്റേഷണൽ സിസ്റ്റത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അതായത് വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഏരിയ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ലോവർ ലെവലിലും ട്രാൻസ്ഫർ ചെയ്യേണ്ട അല്ലെങ്കിൽ സപ്ലൈ ചെയ്യേണ്ട സിറ്റി ഹയർ ലെവലിലും ആകുന്ന ഒരു കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. സോ നമ്മൾ ഡെഫിനറ്റ്ലി അവിടെ ഒരു പമ്പിങ് സിസ്റ്റം അല്ലെങ്കിൽ പമ്പിങ് അറേഞ്ച്മെൻറ്റ് വേണ്ടി വരും, ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വെള്ളം അതിന് ഡെഫിനിറ്റ് ഹെഡിൽ എത്രയാണോ റിക്വയർഡ് ഹെഡ്, ആ ഒരു ഹെഡിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുള്ളൂ. സോ ഇവിടെയും മാക്സിമം ഡിമാൻഡും അതുപോലെ തന്നെ മിനിമം ഡിമാൻഡ്, സ്റ്റാറ്റിക് ഹെഡ്, അതെല്ലാം കാണിച്ചിട്ടുണ്ട്. ദെൻ ഹെഡ് ലോസും ഹെഡ് അവൈലബിൾ ഫോർ കൺസ്യൂമറും അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ട്രീറ്റഡ് വാട്ടർ നമ്മൾ പമ്പ് ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ്ലി കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫർദർ ഒരു സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റേജ് ഇല്ല. നമ്മൾ ട്രീറ്റ് ചെയ്ത് കിട്ടുന്ന വെള്ളം അവിടെ നിന്ന് ഡയറക്റ്റ്ലി പമ്പ് ചെയ്ത് കൺസ്യൂമേഴ്സിലേക്ക് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് എത്തിക്കുന്നു. സോ അതിന് നമുക്ക് വളരെ ഹൈ ലിഫ്റ്റ് പമ്പുകൾ അവൈലബിൾ ആവണം അല്ലെങ്കിൽ ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ്, അതായത് സോഴ്സ് ലോ ലെവലിലും സിറ്റി ഹയർ ലെവലിലുമാണ് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ പമ്പിങ് സിസ്റ്റം എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഈ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് പവർ ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെത്തേഡ് സക്സസ്ഫുള്ളി കൊണ്ടുപോകാൻ കഴിയില്ല. ഓക്കെ, നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അതായത് പമ്പിങ് അറേഞ്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ വർക്കിങ്ങിന് നമുക്ക് ഇലക്ട്രിസിറ്റി കമ്പൽസറിയാണ്. സോ ഇലക്ട്രിസിറ്റി ഉള്ള സമയത്ത് മാത്രമേ ആ ഒരു പ്രോസസ്സ് നടക്കൂ. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു സെക്ഷനും ഈ ഒരു മെത്തേഡിൽ ഇല്ല. തേർഡ് വൺ, കമ്പൈൻഡ് ഗ്രാവിറ്റേഷണൽ ആൻഡ് പമ്പിങ് സിസ്റ്റം. ആ പേരിൽ തന്നെയുണ്ട്. നമ്മൾ മുൻപ് പറഞ്ഞ രണ്ട് മെത്തേഡും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു മെത്തേഡിനെയാണ് കമ്പൈൻഡ് ഗ്രാവിറ്റേഷണൽ ആൻഡ് പമ്പിങ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ
നമ്മളിവിടെ ചെയ്യുന്നത് നമുക്കൊരു ലിഫ്റ്റ് പമ്പുണ്ട്, അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് റിസർവോയറും ഉണ്ട്, എലിവേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അഥവാ സ്റ്റോറേജ് റിസർവോയർ ഉണ്ട്. അതിൽ നമ്മൾ മാക്സിമം വാട്ടർ ലെവൽ, മിനിമം വാട്ടർ ലെവൽ, മിനിമം ഡിമാൻഡ്, അതുപോലെ തന്നെ മാക്സിമം ഡിമാൻഡ് എന്താണെന്നുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് കാണിച്ചിട്ടുണ്ട്. ഹെഡ് ലോസും ഹെഡ് അവൈലബിൾ ഫോർ കൺസ്യൂമും നമ്മൾ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. സോ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത വെള്ളത്തിനെ പമ്പ് ചെയ്ത് ഒരു എലിവേറ്റഡ് സ്റ്റോറേജ് റിസർവോയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായത് നമ്മൾ നമ്മുടെ പമ്പിംഗ് സ്റ്റേഷനിൽ നിന്നും ട്രീറ്റ് ചെയ്ത വെള്ളം ഒരു ഹയർ പോയിന്റിലുള്ള ഒരു വാട്ടർ ടാങ്ക് അല്ലെങ്കിൽ വാട്ടർ സ്റ്റോറേജ് റിസർവോയറിലേക്ക് പമ്പ് ചെയ്യും. അവിടെ നിന്നും ഗ്രാവിറ്റി ഫോഴ്സിൻ്റെ ബേസിസിൽ നെക്സ്റ്റ് ലെവലിലേക്ക്, അതായത് ആ പമ്പിംഗ് റിസർവോയറിൽ നിന്നും താഴത്തെ ലെവലിൽ സ്ഥിതി ചെയ്യുന്ന ഏരിയയിലേക്ക് നമ്മൾ വെള്ളം ഗ്രാവിറ്റി ഫോഴ്സിൻ്റെ ബേസിസിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ് കമ്പൈൻഡ് ഗ്രാവിറ്റേഷണൽ ആൻഡ് പമ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ നമ്മൾ രണ്ട് മെത്തേഡ്, അതായത് നമ്മുടെ ട്രീറ്റഡ് വാട്ടർ നമ്മൾ സ്റ്റോറേജ് റിസർവോയറിലേക്ക് പമ്പിംഗ് സിസ്റ്റം ഉപയോഗിച്ച് എത്തിക്കും. അവിടെ നിന്നും അത് ഏറ്റവും ഹയർ പോയിന്റിലായതുകൊണ്ട് നമ്മുടെ ഈ ടാങ്ക് അല്ലെങ്കിൽ റിസർവോയർ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹയർ പോയിന്റ് ആയിരിക്കും. സോ അവിടെ നിന്ന് നമ്മൾ അതിന് താഴെയുള്ള എല്ലാ ലെവലിലേക്കും വെള്ളം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ബേസിസിൽ എത്തിക്കും. അതാണ് ഈ ഒരു തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പർട്ടൻസ് യൂസ്ഡ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് അറേഞ്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ഓർ പാർട്സ് അതെന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫയർ ഹൈഡ്രൻറ്റും അതുപോലെ തന്നെ വാട്ടർ മീറ്ററുമാണ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഫയർ ഹൈഡ്രൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റ്സ്. വാട്ടർ മീറ്റർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഉപയോഗം, ക്വാണ്ടിറ്റി ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു സിസ്റ്റം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫയർ ഹൈഡ്രൻറ്റിനെ കുറിച്ച് നോക്കാം. ഫയർ ഹൈഡ്രൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നമ്മൾ നോർമലി പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റത്തിന് കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നിന്നും ഒരു അഡീഷണൽ ഔട്ട്ലെറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത്തരം ഒരു ഔട്ട്ലെറ്റിനെയാണ് നമ്മൾ ഫയർ ഹൈഡ്രൻറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഏകദേശം 90 to 120 മീറ്റർ ഇൻ്റർവെൽ റേഞ്ചിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഫയർ ഡിമാൻഡ് പഠിച്ചപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാകുന്നത്, അത് ഓരോ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഇൻ്റർവെല്ലിൽ നമ്മളൊരു പോയിൻ്റ്, ഫയർ ഹൈഡ്രൻറ്റ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ അവിടെയാണ് നമ്മൾ ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ പമ്പിങ് ഹോസ് കണക്ട് ചെയ്തിട്ട് വെള്ളം പമ്പ് ചെയ്യുന്നത്. സോ ആ ഒരു എക്യുപ്മെൻറ്റിനെയാണ് നമ്മൾ ഫയർ ഹൈഡ്രൻറ്റ് എന്ന് പറയുന്നത്. അത് രണ്ട് ടൈപ്പ് ഫയർ ഹൈഡ്രൻറ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് പോസ്റ്റ് ഫയർ ഹൈഡ്രൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് ഏറ്റവും ബോട്ടത്തിൽ വാട്ടർ മെയിൻ, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലെ വാട്ടർ മെയിൻ പൈപ്പ് ലൈൻ കാണാം. അതിൽ നിന്നും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ ഒരു കണക്ഷൻ പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്, അതായത് ഗ്രൗണ്ട് ലെവലിൻ്റെ പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പൈപ്പിൽ നമുക്ക് രണ്ട് ഔട്ട്ലെറ്റ് പോയിൻറ്റ്സും അതിന് താഴെയായിട്ടൊരു ഡ്രെയിൻ വാൽവും കാണാൻ പറ്റും. ദെൻ സെൻറ്ററിൽ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ടൊരു ത്രെഡഡ് ഹാൻഡിലുണ്ട്. അതിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ ലെതർ വാൽവും ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ ഒരു എലിവേറ്റഡ് ഹൈറ്റ്, ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിലേക്കുള്ള ഹൈറ്റ് ഏകദേശം 0.9 to 1.2 മീറ്റർ ആണെന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഫയർ ഹൈഡ്രൻറ്റ് എന്ന് പറയുന്നതാണ്. അതായത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിലേക്ക് ഏകദേശം 0.9 to 1.2 മീറ്റർ ഹൈറ്റിൽ ഒരു സ്റ്റാൻഡ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഫയർ ഹൈഡ്രൻറ്റിനെയാണ് നമ്മൾ പോസ്റ്റ് ഫയർ ഹൈഡ്രൻറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനുള്ളൊരു പ്രശ്നം, ഇതിങ്ങനെ എക്സ്പോസ്ഡ് ആയതുകൊണ്ട് തന്നെ ഡാമേജസിനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഫയർ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇതിലെ ഔട്ട്ലെറ്റ് വാൽ പോയിന്റിലേക്ക് പൈപ്പ് കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹോസ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫയറിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സോ ഇതൊരു വാൽവ് കൺട്രോൾഡ് മെക്കാനിസം അല്ലെങ്കിൽ അറേഞ്ച്മെൻ്റ് ആണ്. ഇതിലൂടെയുള്ള ഫ്ലോ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പോസ്റ്റ് ഫയർ ഹൈഡ്രൻറ്റ്. അതിൻ്റെ ഒരു ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. മെയിൻ പൈപ്പിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് കണക്ഷൻ കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് രണ്ട് ഔട്ട്ലെറ്റ് പോയിൻറ്റ്സ് ഉണ്ട്. താഴെ ഡ്രെയിൻ വാൽവും അതുപോലെ തന്നെ ത്രെഡഡ് ഹാൻഡിൽ വെച്ചിട്ട് ലെതർ വാൽവും നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്ലഷ് ഫയർ ഹൈഡ്രൻറ്റ് എന്ന് പറയുന്നതാണ്. ഇതിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു അറേഞ്ച്മെൻ്റ് ആയിരുന്നു. ഇവിടുത്തത് ഇതിന് എൻറ്റയർലി ഓപ്പോസിറ്റ്. അതായത് ഒരു പക്ക
ക്ലോസ്ഡ് ഒരു റെക്റ്റാങ്കുലർ ചേംബറിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഈ ഒരു ഫയർ ഹൈഡ്രൻറ്റ് പ്ലേസ്ഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫ്ലഷ് ഫയർ ഹൈഡ്രൻറ്റ് എന്നാണ് പറയുന്നത്. ഇതിൽ ഈ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഔട്ട്ലെറ്റ് പോയിൻറ്റ്. അതിന് നമ്മളൊരു മാസൻട്രി വാൾ ബ്ലോക്കിൻ്റെ ഉള്ളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് ഏറ്റവും ടോപ്പിലായിട്ടൊരു കോൺക്രീറ്റ് കവറിങ്ങും കാസ്റ്റ് അയൺ കവറും ഉണ്ടായിരിക്കും. ഓക്കെ, സോ അതിലും നമ്മൾ നേരത്തെ പറഞ്ഞ ലെതർ വാൽവ് ഉണ്ട്. ഏറ്റവും ബോട്ടത്തിൽ നമുക്ക് വാട്ടർ മെയിനും കാണാൻ സാധിക്കും. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അണ്ടർഗ്രൗണ്ടിലാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഒരു പെർട്ടിക്കുലർ ക്ലോസ്ഡ് ചേംബറിൻ്റെ ഉള്ളിൽ ആ ചേംബറിന് ഏറ്റവും ടോപ്പ് കവറിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ ജസ്റ്റ് ഒന്ന് റൈസ് ചെയ്തിട്ടാവും ഉണ്ടാവുക. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കഗ്നൈസ് ചെയ്യാൻ, ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഫസ്റ്റ് കേസിൽ ഇത് എക്സ്പോസ്ഡ് ആയതുകൊണ്ട് ഏകദേശം 1.2 മീറ്റർ വരെ ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈസിലി എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു കേസിൽ നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ ജസ്റ്റ് റൈസ് ചെയ്ത് നിൽക്കുന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് അവിടെ എന്തെങ്കിലും വേസ്റ്റോ സോയിലോ അങ്ങനെ എന്തെങ്കിലും ഡെപ്പോസിറ്റ് ഉണ്ടായാൽ തന്നെ നമുക്കിത് എവിടെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു ക്വിക്ക് ഫയറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടെത്തി ഈ ഒരു പോയിൻ്റ് എവിടെയാണെന്ന് മനസ്സിലാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ ഫയർ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയാതെ വരും. പക്ഷേ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്, അതർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോസ്ഡ് അല്ലാത്തതുകൊണ്ട് ഡാമേജസിനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ മീറ്ററാണ്. ഫയർ ഹൈഡ്രൻറ്റ് കഴിഞ്ഞാൽ സെക്കൻഡ് വൺ വാട്ടർ മീറ്ററാണ്. വാട്ടർ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസിനെയാണ് വാട്ടർ മീറ്റേഴ്സ് എന്ന് പറയുന്നത്. 2 ടൈപ്പ് വാട്ടർ മീറ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വൺ വെലോസിറ്റി മീറ്റർ ഓർ ഇൻഫറൻഷ്യൽ മീറ്റർ, സെക്കൻഡ് വൺ ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്റർ ഓർ പോസിറ്റീവ് മീറ്റർ. വെലോസിറ്റി മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മെഷർ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ മെഷറിങ് ഹൊറിസോണ്ടൽ ഫ്ലോ വെലോസിറ്റി. നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മീറ്ററാണ്, അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻ്റാണ് വെലോസിറ്റി മീറ്റർ എന്ന് പറയുന്നത്. ഇത് ഹൊറിസോണ്ടൽ ഫ്ലോ വെലോസിറ്റിയാണ് മെഷർ ചെയ്യുന്നത്. സോ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലോ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ടു ഏരിയ ഓഫ് പൈപ്പ് എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മളിവിടെ ഒരു കാൽക്കുലേഷൻ നടത്തുന്നത്. നമ്മൾ ഇതിൽ വരുന്ന ഈ ഒരു ഡിസ്ചാർജ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് അറേഞ്ച്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഹൈ ഫ്ലോ നടക്കുന്ന ഇൻഡസ്ട്രിയൽ പർപ്പസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് നമ്മൾ ഈ ഒരു വെലോസിറ്റി മീറ്റർ ജനറലി ഉപയോഗിക്കുന്നത്. ഇത് വളരെ ലെസ് ആക്യുറേറ്റ് ആണ്. എക്സാമ്പിളായിട്ട് പറയുന്നത് റോട്ടറി മീറ്റർ അല്ലെങ്കിൽ ടർബൈൻ മീറ്ററൊക്കെയാണ് വെലോസിറ്റി മീറ്ററിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. സെക്കൻഡ് വൺ ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്റർ, വളരെ അധികം ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്റർ ഉപയോഗിച്ചിട്ടുള്ള മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ കൗണ്ടിങ് നമ്പർ ഓഫ് ടൈംസ് ദ മീറ്റർ ചേംബർ ഈസ് ഫിൽഡ് ആൻഡ് എംപ്റ്റീഡ്. നമ്മുടെ ഒരു മീറ്റർ ചേംബർ ഉണ്ട്, ആ ചേംബർ എത്ര ടൈം വെള്ളം ഫില്ലാവുന്നുണ്ട് അതുപോലെ തന്നെ എംപ്റ്റി ആവുന്നുണ്ട് എന്നുള്ളതിൻ്റെ കൗണ്ടിങ് വഴിയാണ് നമ്മളിതിൽ മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. സോ ഇതാണ് കമ്പാരിറ്റീവ്ലി ആക്യുറേറ്റ്. ഡൊമസ്റ്റിക് സപ്ലൈസിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു തരത്തിലുള്ള മീറ്റേഴ്സാണ്. എക്സാമ്പിളായിട്ട് പറയുന്നത് റെസിപ്രോക്കേറ്റിംഗ് മീറ്റർ, ഓസിലേറ്റിംഗ് മീറ്റർ എക്സെട്രയാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് നമ്മുടെ മെത്തേഡ്സ് ഓഫ് ട്രാൻസ്ഫറിങ്, അഥവാ നമ്മൾ വെള്ളം ഏതൊക്കെ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് ഫസ്റ്റ് പഠിച്ചത്. അതിനുശേഷം നമ്മൾ 2 ഫയർ ഹൈഡ്രൻറ്റും അതുപോലെ തന്നെ മീറ്ററിങ്ങും എങ്ങനെ നമുക്ക് ഫ്ലോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാം എന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാട്ടർ മീറ്റേഴ്സും ആണ് പഠിച്ചത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നത്. താങ്ക് യു.